ഹായ്, എൻ്റെ പേര് സഞ്ജന. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മൈൻഡുമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ. അത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് ആയിരുന്നു. എനിക്ക് വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അറിയാതെ എനിക്ക് അതിൽ ആക്ച്വലി എന്താണ് ഫ്രണ്ട് എന്താണ് ബാക്ക് എൻഡ് അതെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം പഠിക്കാൻ പറ്റി. ഇവരുടെ ടൂൾസ്, അതായത് ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുന്ന HTML, CSS, JavaScript, React, അതേപോലെ തന്നെ ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്ന പൈത്തൺ, Django, Spring Boot എല്ലാം എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് അങ്ങനെ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇതിനെല്ലാം സഹായിച്ചത് ഇവിടെയുള്ള മെൻറ്റേഴ്സാണ്. There were many experienced excellent mentors in there. And വിജയ് മേഖല സാറാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം പറയുന്നത്, ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതെല്ലാം. അപ്പോൾ ഇതിൽ LMS എന്ന് പറഞ്ഞൊരു പോർട്ടലുകളാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ പോർട്ടലിലൂടെയാണ് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റും, വീക്ക്ലി ആൻഡ് മന്ത്ലി ടെസ്റ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട്സ് റിപ്പോർട്ടിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ എവിടെയാണ് റോങ്, എവിടെയാണ് റൈറ്റ്, നമുക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഈവൻ ലൈവ് സെഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് LMS ഉണ്ടായിരുന്നു. സോ എനിക്ക് മിസ്സായ ക്ലാസ്സസൊക്കെ LMS പോർട്ടലിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി. ആൻഡ് ഇവിടുത്തെ മെൻറ്റേഴ്സൊക്കെ എക്സലൻറ്റ് മെൻറ്റേഴ്സാണ്. സോ ഓൾ താങ്ക്സ് ടു മൈൻഡുമായി. എനിക്കിപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ഒരു ഇൻ്റർവ്യൂവിൽ പോയാൽ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളെ